ഒരു വ്യക്തിയുടെ അനുഭവത്തിലൂടെ വചന ശുശ്രൂഷയിലേക്ക് നമുക്കിന്ന് പ്രവേശിക്കാം. എൻ്റെ പേര് തോമസ് പന്തപ്ലാക്കൽ. ഞാൻ പേരാവൂർ ഹൈസ്കൂളിലെ ഹെഡ് മാസ്റ്ററായിട്ട് റിട്ടയർ ചെയ്തതിന് ശേഷം ചെമ്പേരി എഞ്ചിനീയറിംഗ് കോളേജിൽ മാത്തമാറ്റിക്സിൻ്റെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മജ്ജയിൽ ക്യാൻസർ വന്ന് ഞാൻ വെല്ലൂർ അഡ്മിറ്റായി. മജ്ജയിൽ ക്യാൻസർ വന്ന് വെല്ലൂർ അഡ്മിറ്റായി. ആ സമയത്ത് ഡോക്ടർമാർ പരിശോധിച്ചപ്പോൾ പറഞ്ഞു കിഡ്നി രണ്ടും പൂർണ്ണമായും ഫെയിലായിരിക്കുന്നു, അതിനി ഒരിക്കലും റിവൈവ് ചെയ്യില്ല. മജ്ജയിൽ ക്യാൻസർ ആയതുകൊണ്ട് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുക സാധ്യമല്ല. ഇനി കിഡ്നി ഇല്ലാത്തത് കൊണ്ട് ക്യാൻസറിന് ട്രീറ്റ്മെൻ്റ് ഇല്ല. അതായത് രോഗത്തിന് ചികിത്സയില്ലാത്ത അസന്നിഗ്ധമായ ഒരു നിമിഷം. എൻ്റെ ബന്ധുക്കളെല്ലാവരും, എന്നെ അറിയാവുന്ന എല്ലാവരും എനിക്ക് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിച്ചു. കഠിനമായ അവസ്ഥയാണത്. എൻ്റെ തൊട്ടടുത്തിരുന്ന് എൻ്റെ ഭാര്യ വട്ടായിലച്ഛൻ്റെ രോഗികളുടെ നാഥൻ എന്ന പുസ്തകവും വായിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം രോഗികളുടെ നാഥൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു പുസ്തകം അല്ലേ? അതെ. ഈ ഒരു പുസ്തകം ചെറിയ പുസ്തകമാണ്. ഈ ചെറിയൊരു പുസ്തകം അവരുടെ വീട്ടിലുണ്ടായിരുന്ന ആ സമയത്ത്, അപ്പോൾ ഇവർ ഈ കുടുംബത്തിലൊരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോയപ്പോൾ ജീവിത പങ്കാളി ഈ പുസ്തകം എടുത്ത് വെച്ച് ഈ ചേട്ടൻ്റെ അടുത്തിരുന്ന് നിരന്തരം ഈ പുസ്തകം പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഈ സമയത്ത് ഒരു ജൂനിയർ ഡോക്ടർ, എന്നെ പ്രത്യേകം പരിശോധിക്കുന്ന ഡോക്ടർ കയറി വന്നിട്ട് എൻ്റെ ഭാര്യ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന കണ്ടപ്പോൾ ഭാര്യയോട് പറഞ്ഞു, അമ്മച്ചി ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല, ഇത് പ്രാർത്ഥിച്ചാൽ മാറുന്ന രോഗമല്ല. അദ്ദേഹം അത് പറയാൻ കാരണമുണ്ട്. എനിക്ക് ഈ വന്ന രോഗം ഇന്ന് വരെ ലോകത്ത് ആർക്കും ഈ രോഗം വന്നിട്ട് സൗഖ്യമായിട്ടില്ല. അത്രയും ഗുരുതരമായ രോഗമാണ് ഈ ചേട്ടനെ പിടികൂടിയത്. അതിന് ഈ രോഗം വന്നു കഴിഞ്ഞാൽ ഒരു രോഗി കൂടിയാൽ 6 മാസം വരെ ജീവിക്കൂ, അതിനപ്പുറത്ത് ജീവിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഡോക്ടർ അങ്ങോട്ട് പറഞ്ഞത്. എന്നോട് നേരിട്ട് പറഞ്ഞില്ലെങ്കിലും എൻ്റെ ഭാര്യയോടും ഒക്കെ പറഞ്ഞത് 2 മാസത്തിൽ കൂടുതൽ ഈ രോഗി ജീവിക്കില്ല എന്നാണ് പറഞ്ഞത്. ഈ സമയത്താണ് ജീവിത പങ്കാളി ഈ പുസ്തകം വിടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഈ സമയത്ത് എൻ്റെ ബന്ധുക്കൾ കുറേ പേര് അട്ടപ്പാടി ധ്യാനകേന്ദ്രത്തിൽ ചെന്നിരുന്ന് അവിടെ നിന്ന് കണ്ണീരോടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. ആ സമയത്ത് വചനവേദിയിൽ നിന്ന് അച്ഛൻ വിളിച്ചു പറഞ്ഞു, വെല്ലൂർ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു രോഗിയുടെ കിഡ്നിയെ ഈശോ തലോടുന്നത് കാണുന്നു എന്ന് പറഞ്ഞു. യേശുവേ, നോക്കിയ കഠിനമായ പ്രാർത്ഥന ദൈവസ്ഥാനത്തെത്തിയപ്പോൾ അപ്പം തന്നെ ഈശോ ഒരു സന്ദേശം കൊടുക്കുക. ഒരു രോഗിയെ, പ്രത്യേകിച്ച് വെല്ലൂർ കിടക്കുന്ന രോഗിയെ ഇത് ഈശോ സ്പർശിക്കുന്നു. ആ സമയത്ത് എനിക്ക് പെട്ടെന്നൊരു ഇൻഫെക്ഷൻ വരികയും അതിഭയങ്കരമായ പനിയാണ് വന്നത്. ഡോക്ടർമാർ പറഞ്ഞു എന്താ കാരണമെന്ന് അറിയത്തില്ല. ഒരു പക്ഷേ അന്ന് ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി കഴുത്തിലൂടെ ഞരമ്പ് കട്ട് ചെയ്തിട്ട് ഹാർട്ടിലേക്ക് ഇട്ടിരിക്കുന്ന ലൈനിൻ്റെ കംപ്ലൈൻ്റ് ആയിരിക്കാം. അത് നമുക്ക് റിമൂവ് ചെയ്യണം, പക്ഷേ അത് ആ സമയം വളരെ ക്രിട്ടിക്കലാണ്, എന്തും സംഭവിക്കാം എന്ന് പറഞ്ഞ് ഡോക്ടർമാർ ഇത് റിമൂവ് ചെയ്തു. റിമൂവ് ചെയ്തതിന് ശേഷം എൻ്റെ ബ്ലഡ് എടുത്ത് പരിശോധിച്ച അവസരത്തിൽ ഡോക്ടർമാർ ഞെട്ടി. കാരണം അവരെത്ര ഡയാലിസിസ് ചെയ്തിട്ടും എൻ്റെ ക്രിയാറ്റിൻ്റെ അളവ് 8.5 താഴേക്ക് എത്താൻ പറ്റിയില്ല. പക്ഷേ ഒരു മരുന്നുമില്ലാതെ ഈ ലൈൻ എടുത്ത് മാറ്റി ഈ അട്ടപ്പാടിയിൽ നിന്ന് അച്ഛൻ വിളിച്ചു പറഞ്ഞതിന് ശേഷം എൻ്റെ ബ്ലഡ് എടുത്ത് പരിശോധിക്കുമ്പോൾ അതിൻ്റെ ക്രിയാറ്റിൻ്റെ അളവ് 8 കുറഞ്ഞിരിക്കുന്നു. താഴ്ന്നു വരിക. ഡോക്ടർമാർക്ക് സംശയമായി അത് ടെസ്റ്റിൽ എന്തോ തകരാറ് പറ്റിയതാണ്. അവർ വീണ്ടും ബ്ലഡ് എടുത്ത് ടെസ്റ്റ് ചെയ്തു. അന്നേരം ക്രിയാറ്റിൻ്റെ അളവ് അത് 7.5 കുറഞ്ഞു, വീണ്ടും കുറഞ്ഞു. പിന്നെ അതോടുകൂടി ഡോക്ടർമാർ പറഞ്ഞു നമുക്ക് അല്പം കൂടെ വെയിറ്റ് ചെയ്തിട്ട് അടുത്ത് പെർമനൻ്റ് ആയിട്ട് കയ്യിലൂടെ ലൈൻ ഇട്ട് തരാമെന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ അല്പം കൂടെ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ലൈൻ ഇടാമെന്ന് പറഞ്ഞു. ഓരോ ടെസ്റ്റിലും 0.5 ക്രിയാറ്റിൻ കുറയാൻ തുടങ്ങി. ആ സമയത്ത് എൻ്റെ കിഡ്നി പഴയതുപോലെ പ്രവർത്തിക്കാനായിട്ട് ആരംഭിച്ചു. വീണ്ടും കിഡ്നി പ്രവർത്തിക്കാൻ ആരംഭിച്ചു. അത് ഒരു മരുന്നുമില്ലാതാണ് പ്രവർത്തിക്കാനായിട്ട് ആരംഭിച്ചത്. അത് പ്രവർത്തനരഹിതമായത് കിഡ്നി ആയിരുന്നു, അതുകൊണ്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. അതോടുകൂടി ക്യാൻസറിന് ചികിത്സിക്കാം എന്ന കണ്ടീഷനിലായി. ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചു. അത് വളരെ വേഗത്തിൽ കുറഞ്ഞു. അങ്ങനെ 2 മാസം മാത്രമേ ജീവിക്കൂ എന്ന് പറഞ്ഞ ഞാൻ 4 വർഷം ഇപ്പം കഴിയാൻ പോകുന്നു. 4 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോൾ കർത്താവ് അത്ഭുതകരമായി ആയുസ് നീട്ടിക്കൊടുത്ത കണ്ട യേശുവിൻ്റെ അത്ഭുത സാക്ഷിയായി ജീവിക്കാനുള്ള കൃപ സർവശക്തന് എനിക്ക് നന്ദി തരുന്നു. കർത്താവ് പ്രത്യേകം അങ്ങോട്ട് ഈ ഒരു രോഗാവസ്ഥയിൽ ഇടപെട്ട് സഹായിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തി കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ.
ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ജനതകൾ കണ്ടിടട്ടെ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കുറച്ചു നേരം പ്രാർത്ഥിച്ച് ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ച് കർത്താവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി നമ്മുടെ ഹൃദയം തുറക്കാം. കുട്ടികളെയും യുവതിവാക്കന്മാരെല്ലാം അച്ഛൻ പ്രത്യേക അഭിഷേകം ചെയ്യാണ്. എല്ലാ വിദ്യാർത്ഥികളും ഒരുമിച്ച് കൂടി ഈ സമയം ഈ പ്രാർത്ഥനയിൽ നന്നായി പങ്കുചേരുക. രണ്ട് കരങ്ങൾ ഉയർത്തി എത്രമാത്രം നന്നായി ഉച്ചത്തിൽ സ്തുതിക്കാമോ അത്രയും നല്ല തീഷ്ണതയോടെ കർത്താവിനെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന കർത്താവേ. എല്ലാ വിദ്യാർത്ഥികളെ അനുഗ്രഹിക്കണമേ, കുട്ടികളെ അനുഗ്രഹിക്കണമേ, ജ്ഞാനം തെളിക്കണമേ, അഭിഷേകം നിറയട്ടെ, ആത്മാവേ വ്യാപരിക്കണമേ. ഹല്ലേലൂയ. ആരാധിക്കുന്നു ഞങ്ങൾ, ആരാധിക്കുന്നു യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. കൈയടിച്ച് ആരാധിക്കുന്നു ഞങ്ങൾ, ആരാധിക്കുന്നു യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. സർവശക്തി ശബ്ദമോടെ ആരാധിക്കുന്നു യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. സർവശക്തി ശബ്ദമോടെ ആരാധിക്കുന്നു യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ, ആരാധിക്കുന്നു യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. ഇടത്തോട്ടും വലത്തോട്ടും കാലുകളൊക്കെ മാറ്റി മാറ്റി ചവിട്ടി നിൽക്കുന്ന സ്ഥലത്തിന് അനങ്ങാതെ നിൽക്കാതെ തുള്ളിച്ചാടി അനങ്ങി ആനന്ദിച്ച് കർത്താവിന്റെ ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. ലാസറിനെ ഉയർപ്പിച്ച സർവശക്തനാ ജീവനേകും യേശുവിനെ ആരാധിക്കുന്നു. ലാസറിനെ ഉയർപ്പിച്ച സർവശക്തനാ ജീവനേകും യേശുവിനെ ആരാധിക്കുന്നു. രോഗികളെ ബന്ധിതരെ മോചിപ്പിച്ചതാ കാരുണ്യത്തിൻ നാഥനെ ഞാൻ ആരാധിക്കുന്നു. രോഗികളെ ബന്ധിതരെ മോചിപ്പിച്ചതാ കാരുണ്യത്തിൻ നാഥനെ ഞാൻ ആരാധിക്കുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ, ആരാധിക്കുന്നു യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ, ആരാധിക്കുന്നു യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. വലിയ അഭിഷേകം ഈ സമൂഹത്തിലേക്ക് കർത്താവ് ചൊരിയുന്നു. മക്കള്, മാതാപിതാക്കള്, കുടുംബങ്ങൾ, സമൂഹങ്ങൾ എല്ലാവരും ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുന്നു. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗ്ഗദൂതർ വാഴ്ത്തിയിടുന്ന ദൈവ കുഞ്ഞാടേ ഹല്ലേലൂയ പാടി ഞങ്ങൾ ആരാധിക്കുന്നു. കൈയടിച്ച് സ്വർഗ്ഗദൂതർ വാഴ്ത്തിയിടുന്ന ദൈവ കുഞ്ഞാടേ ഹല്ലേലൂയ പാടി ഞങ്ങൾ ആരാധിക്കുന്നു. മഹത്വത്തിൻ രാജാവിനെ ആരാധിക്കുന്നു. ആനന്ദത്താൽ ആർത്തുപാടി ആരാധിക്കുന്നു. മഹത്വത്തിൻ രാജാവിനെ ആരാധിക്കുന്നു. ആനന്ദത്താൽ ആർത്തുപാടി ആരാധിക്കുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ, ആരാധിക്കുന്നു യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ, ആരാധിക്കുന്നു യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. സർവശക്തി ശബ്ദമോടെ ആരാധിക്കുന്നു യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. ഉയർത്തി സ്തുതിക്കുന്നു. അഭിഷേകത്തിന്റെ കർത്താവേ, ഹൃദയങ്ങളുടെ മേൽ അനോയിന്റിംഗ് നൽകുന്നവനേ, ഹോളി സ്പിരിറ്റ്, mighty anointing, we worship you Lord. അത്ഭുത ശക്തി വെളിപ്പെടട്ടെ, എല്ലാ കുടുംബങ്ങളിലേക്കും മഹത്വം വെളിപ്പെടട്ടെ, അങ്ങയുടെ തേജസ് ഇറങ്ങി വരട്ടെ. ഓ അങ്ങയുടെ തേജസ് വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. സൗഖ്യത്തിന്റെ രാജാവേ, അഭിഷേകത്തിന്റെ കർത്താവേ, കൃപകൾ നൽകുന്നവനേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഇരിക്കുന്നു. പ്ലീസ് ബി സീറ്റഡ്.
വിദ്യാർത്ഥിനികൾക്കും കുട്ടികൾക്കെല്ലാം അച്ഛൻ്റെ പ്രത്യേക അഭിവാദനമുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ കർത്താവിന് പ്രിയങ്കരമായ ഒരു വലിയൊരു പ്രേക്ഷിത ബലം നിങ്ങൾക്ക് ചെയ്യാൻ കർത്താവ് ഒരു വലിയ ശക്തമായ പ്രേരണ അച്ഛന് തരുന്നുണ്ട്. അതിതാണ്, അഭിഷേകാഗ്നിയെക്കുറിച്ച് അറിയാത്ത ഒരു 10 പേരെ നിങ്ങൾ ഈ ദിവസങ്ങളിൽ അടുത്ത ഞായറാഴ്ചയ്ക്ക് മുമ്പ് അറിയിക്കുകയാണെങ്കിൽ അത് വലിയൊരു പ്രേക്ഷിത ശുശ്രൂഷയാണ്. കർത്താവ് അതിലൂടെ അനേകം ആത്മാക്കളെ പുതിയതായിട്ട് ദൈവരാജ്യ അനുഭവത്തിലേക്ക് കൊണ്ടുവരും. അതുകൊണ്ട് അച്ഛൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, സാധിക്കുന്നവർ അടുത്ത അഭിഷേകത്തിന് മുമ്പ് ഒരു 10 പേരെ, ഇതുവരെ അഭിഷേകത്തിന് കാണാത്ത ഒരു 10 പേരെ കണ്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് സ്നേഹപൂർവ്വം നിങ്ങളെ ഞാൻ ചുമതലപ്പെടുത്തുകയാണ്. അതിൻ്റെ അനുഗ്രഹം ദൈവം നിങ്ങൾക്ക് തരും. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. അതുപോലെ ധാരാളം പേര് ശനിയാഴ്ചകളിൽ ഈ ഒരു അഭിഷേകാഗ്നി എപ്പിസോഡിന് വേണ്ടി ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. അതിൻ്റെ ഇഫക്റ്റ് വളരെ വലുതാണ്. അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നവർ വീണ്ടും തുടരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇനിയും ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ചേരുക. എല്ലാ ശനിയാഴ്ചയും ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിച്ച് ഈ അഭിഷേകാഗ്നി ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ശുശ്രൂഷകളിൽ പങ്കെടുക്കുമ്പോൾ കുട്ടികൾക്ക് പഠിക്കാനുള്ള തടസ്സങ്ങൾ മാറും. അനേക രോഗികളുടെ മേൽ കർത്താവിൻ്റെ കാരുണ്യ സ്പർശനം ഉണ്ടാവും. അങ്ങനെ കുടുംബങ്ങളിൽ കർത്താവ് വിടുതൽ തരും. നന്നായിട്ട് വചന ശുശ്രൂഷ പങ്കുചേരുക. ഇന്ന് ചിന്തിക്കാൻ വേണ്ടി കർത്താവ് തന്നിരിക്കുന്ന വചനം പത്രോസിലേക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 2-ാം അധ്യായത്തിലെ 24-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗമാണ്. അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ വചനം ഒന്ന് ഏറ്റു പറയാം. അവന്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ എന്ത് വിശ്വസിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവവചനം അനുസരിച്ച് നമ്മുടെ വിശ്വാസത്തിന് വളരെ വലിയ സ്ഥാനമുണ്ട്. ഇവിടെ ദൈവവചനം പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ അവൻ്റെ മുറിവിനാൽ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. സൗഖ്യമുള്ളവരാക്കപ്പെടും എന്നല്ല പറഞ്ഞിരിക്കുന്നത്. സൗഖ്യപ്പെടാം, സൗഖ്യപ്പെടും, സൗഖ്യപ്പെട്ടേക്കും, സൗഖ്യപ്പെടാൻ സാധ്യതയുണ്ട്, സൗഖ്യമുണ്ട് എന്നല്ല പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ സൗഖ്യം പ്രാപിച്ചു കഴിഞ്ഞിരിക്കുന്നു, നിങ്ങൾ സൗഖ്യപ്പെട്ടിരിക്കുന്നു. ഇത് ഞാനും നിങ്ങളും വിശ്വസിക്കണം. യേശുക്രിസ്തു എൻ്റെ പാപങ്ങളും എൻ്റെ രോഗങ്ങളും അവൻ്റെ ശരീരത്തിൽ, എൻ്റെ ബലഹീനതകളും അവൻ്റെ ശരീരത്തിൽ വഹിച്ചു. അവൻ്റെ കുരിശ് മരണത്തിൻ്റെ യോഗ്യതയാൽ, അവൻ്റെ ശരീരത്തിലേറ്റ പാടുപിടകളുടെ യോഗ്യതയാൽ, അവനേറ്റ കഷ്ടങ്ങളുടെ യോഗ്യതയാൽ എൻ്റെ ബലഹീനതകൾ നീക്കപ്പെട്ട് കഴിഞ്ഞു. എൻ്റെ രോഗങ്ങൾ സൗഖ്യം പ്രാപിച്ചു കഴിഞ്ഞു. എൻ്റെ കഷ്ടം നീങ്ങിക്കഴിഞ്ഞു. ഇത് ഞാനും നിങ്ങൾ വിശ്വസിക്കണം. ദൈവം എപ്പോഴും നമ്മുടെ വിശ്വാസത്തെ പരീക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തെ ചോദിക്കുന്നുണ്ട്. നിനക്ക് വിശ്വാസം ഉണ്ടോ, വിശ്വാസം ഉണ്ടോ, യേശു ചോദിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിൻ്റെ ഒരു ഉദാഹരണം യേശുവിൻ്റെ പരസ്യ ജീവിത കാലഘട്ടത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. യേശു പരസ്യ ജീവിതത്തിൽ ചുറ്റി സഞ്ചരിച്ച് ദൈവരാജ്യം പ്രസംഗിച്ചും രോഗികളെ സുഖപ്പെടുത്തിയും കടന്നു പോകുമ്പോൾ 2 അന്ധന്മാർ യേശുവിനെ സമീപിക്കുന്നുണ്ട്. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് കാഴ്ച വേണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 9-ാം അധ്യായം 27 മുതൽ 31 വരെ വാക്യങ്ങൾ. മാത്യു ചാപ്റ്റർ 9 വേഴ്സസ് 27 to 31. അവിടെ ആ അന്ധന്മാർ പറയുന്ന കാര്യം വളരെ പ്രസക്തമാണ്. അത് യേശുവിൻ്റെ മറുപടിയും വളരെ ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് 27 തൊട്ട് 29 വരെ വാക്യങ്ങൾ, ആ വചനഭാഗം നമുക്കൊന്ന് വായിക്കാം. യേശു അവിടെ നിന്ന് കടന്നു പോകുമ്പോൾ 2 അന്ധന്മാർ, ദാവീദിൻ്റെ പുത്രാ, ഞങ്ങളിൽ കനിയണമേ എന്ന് കരഞ്ഞപേക്ഷിച്ചുകൊണ്ട് അവനെ അനുഗമിച്ചു. ഇതാണ് ആദ്യത്തെ വചനം. എന്ന് പറഞ്ഞാൽ കരഞ്ഞ് ഹൃദയം നുറുങ്ങിയുള്ള നിലവിളിയാണ്, വിളിച്ചപേക്ഷയാണ്. കരഞ്ഞപേക്ഷിച്ചുകൊണ്ട് യേശുവിൻ്റെ പുറകെ പോവുകയാണ്. പക്ഷേ യേശു കാര്യമായിട്ട് ഒരു റെസ്പോൺസ് കൊടുക്കുന്നത് കാണുന്നില്ല. വീണ്ടും അടുത്ത വാക്യം, 28-ാമത്തെ വാക്യം. അവൻ ഭവനത്തിലെത്തിയപ്പോൾ, എന്ന് പറഞ്ഞാൽ വീടെത്തുന്നത് വരെ യേശു റെസ്പോൺസ് ഒന്നും കാണിക്കുന്നില്ല, ഒരു മറുപടിയും പറയുന്നുമില്ല. തരുമെന്നും പറഞ്ഞില്ല, തരില്ല എന്ന് പറയുന്നില്ല. അവൻ ഭവനത്തിലെത്തിയപ്പോൾ ആ അന്ധന്മാർ അവൻ്റെ സമീപം ചെന്നു. യേശു അവരോട് ചോദിച്ചു, എനിക്ക് ഇത് ചെയ്യാൻ കഴിയുമെന്ന്
നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഉവ്വ് കർത്താവേ എന്ന് അവർ ഉടനെ മറുപടി പറഞ്ഞു. നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചു. അവരുടെ കണ്ണുകൾ തുറന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരുടെ ആ വിശ്വാസം കണ്ടാണ് ഈശോ ഇടപെടുന്നത്. നമ്മൾ തൊട്ട് മുമ്പ് ഒരു കുടുംബത്തിൻ്റെ മാഷിൻ്റെ അനുഭവം കേട്ടു. അദ്ദേഹം വളരെ കഠിനമായ രോഗാവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. അങ്ങനെ കടന്നു പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ അത്രയും ദൂരെ യാത്ര ചെയ്ത് അട്ടപ്പാടി വന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്, നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. അതിനെതിരായ പല സാഹചര്യങ്ങളും അതിനെതിരായ പല അവസ്ഥകളുമുണ്ട്. പക്ഷേ അവിടെ മനസ്സ് തളരാതെ വിശ്വാസത്തിൽ ജ്വലിച്ച് കർത്താവേ സൗഖ്യം തരാതെ പറ്റില്ല എന്ന് പറഞ്ഞു അവരുടെ വിശ്വാസത്തിൻ്റെ ആ വളർച്ച കണ്ട് യേശു തൽക്ഷണം സൗഖ്യം കൊടുക്കുകയാണ്. ഇവിടെ അട്ടപ്പാടിയിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പം തന്നെ കർത്താവ് പറഞ്ഞു, ഇതാ വെല്ലൂരുള്ള 2 കിഡ്നി ഫെയിലിയറായ ഒരു മകനെ കർത്താവ് സുഖപ്പെടുത്തുന്നു. തൽക്ഷണം അവിടെ ശരീരത്തിൽ വ്യത്യാസം അനുഭവിക്കുകയാണ്. പിന്നെ പെട്ടെന്ന് റാപ്പിഡ് റിക്കവറി, പെട്ടെന്ന് കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടുകയാണ്. എന്ന് വെച്ചതിൽ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതിന് ദൈവവചനപ്രകാരം നമുക്കൊരു കൃപ ആവശ്യമുണ്ട്. ആ കൃപയാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 5ഉം 6ഉം തിരുലിഖിതങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. സുഭാഷിതങ്ങൾ 3-ാം അധ്യായം 5ഉം 6ഉം തിരുലിഖിതങ്ങൾ. ബുക്ക് ഓഫ് പ്രോവർബ്സ് ചാപ്റ്റർ 3 വേഴ്സസ് 5 and 6. കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക, സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയും അരുത്. നിൻ്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആകട്ടെ. അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. ജ്ഞാനി എന്ന് സ്വയം ഭാവിക്കരുത്. നിൻ്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരം എന്ന് പറഞ്ഞാൽ നിൻ്റെ ഹൃദയം ദൈവത്തിൽ അറിഞ്ഞ് പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക. മുഴുവൻ ഹൃദയത്തോടെ ഫുള്ളായി കർത്താവിൽ വിശ്വാസം അർപ്പിച്ച് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, ഒരു രോഗം, ഒരു തകർച്ച, ഒരു കഠിനമായ ഒരു കണ്ണുനീര് ജീവിതത്തിലേക്ക് കുടുംബത്തിലേക്ക് വരുമ്പോൾ തളരരുത്. നമ്മുടെ കർത്താവ് നൽകിയിരിക്കുന്ന നിർദ്ദേശമാണ്. അങ്ങനെയുള്ള ആപത്തിൽ നാം മനസ്സ് പതറാതെ പ്രാർത്ഥിക്കണം. പ്രഭാഷകന്റെ പുസ്തകം 38-ാം അധ്യായം 9-ാം തിരുലിഖിതം, ബുക്ക് ഓഫ് സിറ 38 വേഴ്സ് 9. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? മകനേ, രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ നീ കർത്താവിനോട് പ്രാർത്ഥിക്കുക, അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും. അതായത് ഞാനൊരു വലിയ ജ്ഞാനി, എന്നെ കവിഞ്ഞ ആരുമില്ല, എനിക്ക് എൻ്റെ ബുദ്ധി കൊണ്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ചിന്തിച്ചിരിക്കാം, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നീ ദൈവത്തിൻ്റെ അത്ഭുതം കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നീ ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ നീ പ്രതീക്ഷിക്കുന്നുവോ? ദൈവത്തിൻ്റെ ആഗമനം ത്വരിതപ്പെടുത്തുന്നൊരു കാര്യമാണ്. ദൈവത്തിൻ്റെ ഇടപെടൽ വളരെ പെട്ടെന്ന് കൊണ്ടുവരുന്നൊരു കാര്യമാണ് ഹൃദയത്തുറവി. ഈ സമയത്ത് എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ നാം രോഗത്തിലാണെങ്കിൽ ദൈവം നമുക്ക് നൽകിയിരുന്ന വലിയൊരു വാഗ്ദാനമുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 17-ാം തിരുലിഖിതം. അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും നമ്മുടെ രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു എന്ന് യേശയ്യ പ്രവചിച്ചത് അങ്ങനെ നിറവേറി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 16-ഉം 17-ഉം തിരുലിഖിതങ്ങൾ, അവിടെ നമ്മളൊരു രംഗം കാണുന്നുണ്ട്. സായാഹ്നമായപ്പോൾ അനേകം രോഗികളെയും പിശാച് ബാധിതരെയും അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു എന്ന് യേശയ്യ പ്രവചിച്ചത് അങ്ങനെ നിറവേറി. ഈ സമയം 2 കരങ്ങൾ ഉയർത്തി. അനേക രോഗാവസ്ഥകളിൽ കടന്നു പോകുന്നവർ, പഠിച്ചാൽ ഓർമ്മ കിട്ടാത്തവർ, പഠിക്കാൻ ഉത്സാഹം തോന്നാത്തവർ, ആന്തരിക മുറിവുകളോടെ ഇരിക്കുന്നവർ, എപ്പോഴും നിരാശ തോന്നുന്നവർ, മരിക്കണമെന്ന് തോന്നുന്നവർ, എത്രമാത്രം ചികിത്സിച്ചിട്ട് സൗഖ്യം കിട്ടാതിരിക്കുന്നവർ, മരണത്തിൻ്റെ വക്കത്തെത്തി കിടക്കുന്നവർ, പ്രിയപ്പെട്ട ദൈവമക്കളെ, ഏതവസ്ഥകളിലും നമ്മുടെ ജീവിതത്തിലേക്ക് ഇടപെടാൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് കഴിയും. കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കുക, മടുക്കരുത്. ഉച്ചത്തിൽ സ്തുതിക്കുന്ന സമയമാണിത്. യേശുവേ, എൻ്റെ ദൈവമേ, നീ മാത്രമാണ്
എൻ്റെ ആശ്രയം. കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. രോഗികൾ കരഞ്ഞ് പ്രാർത്ഥിക്കണം. വലിയ സൗഖ്യങ്ങൾ നടക്കണം. അനേകം ക്യാൻസർ രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നുണ്ട്. അനേകം മേഖലകളിൽ ചികിത്സ ഫലിക്കാതെ കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന രോഗികളുടെ മേൽ ഇപ്പോൾ ദൈവത്തിന്റെ ശക്തി ഇടപെടുന്നു. വിദ്യാർത്ഥിനികളുടെ പഠന മേഖല തടസ്സങ്ങൾ മാറുന്നു. കൈകൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, എൻ്റെ ദൈവമേ, എൻ്റെ യേശുവേ, എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചവനെ ഞാൻ അങ്ങയെ വിശ്വസിക്കുന്നു. പൂർണ്ണ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു. മുഴുവൻ ഹൃദയത്തിൽ ആരാധിക്കുന്നു. ഹൃദയം നുറുങ്ങി കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ യേശുവിനെ വിളിക്കുന്നു. സഹായം എന്റെ യേശുവേ, അവിടുന്ന് മാത്രമാണ് എന്റെ സഹായം. യേശുവേ, സ്പർശിക്കണമേ. നീ മാത്രമൻ സഹായം. യേശുവേ, നീ മാത്രമൻ സഹായം. നീ മാത്രമൻ സഹായം. 1 പത്രോസ് 2:24 അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദിവ്യകാരുണ്യ ആശീർവാദ സമയത്ത് യേശു എൻ്റെ ഏറ്റവും വലിയ എൻ്റെ ആശ്രയം എന്ന് ഏറ്റു പറയണം. യേശുവേ, അങ്ങ് എല്ലാറ്റിലും വലിയവൻ, അങ്ങ് എല്ലാറ്റിലും ഉപരിയായവൻ. 2 കരങ്ങൾ ഈശോയിലേക്ക് ഉയർത്തിപ്പിടിക്കാം. ഈ സമയം എത്ര സ്നേഹത്തോടെ പറയാമോ അത്രയും സ്നേഹത്തോടെ പറയാം. യേശുവേ, യേശുവേ, ഞാനങ്ങ് ഏറ്റുപറയുന്നു, ഞാനങ്ങ് ഏറ്റുപറയുന്നു. യേശുവേ, യേശുവേ, ഞാനങ്ങ് ഏറ്റുപറയുന്നു. കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശു അവനാരിലും വലിയവൻ. അനേകരിലേക്ക് വലിയ അത്ഭുത ശക്തി ഇപ്പോൾ വ്യാപരിക്കുന്നുണ്ട്. വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അവനാരിലും മതിയായവൻ. ഹൃദയം നുറുങ്ങി കൈകൾ ഉയർത്തി യേശുവിനെ വിളിക്കുന്നു. യേശു, യേശു അവനാരിലും വലിയവൻ. യേശു, യേശു, യേശു അവനാരിലും മതിയായവൻ. അവനാരിലും മതിയായവൻ. അവനാരിലും മതിയായവൻ.